2016 വരെയാണെങ്കിൽ ഞാൻ വലിയൊരു ഹാർഡ് വർക്കിംഗ് ആയിരുന്നില്ല. പക്ഷേ 16 വിരാട് കോഹ്ലിയുടെ കളിച്ച് വന്നപ്പോഴാണ് എനിക്ക് ഇതാണ് ക്രിക്കറ്റിന് വേണ്ട ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അപ്പോൾ അന്ന് തൊട്ട് എൻ്റെ ഒരു ഡിഫറെൻറ്റ് വേർഷൻ തന്നെ ഞാൻ ലൈക്ക് ചെയ്തു. ഈവൻ ഫിറ്റ്നസ് ആയിക്കോട്ടെ, ഈവൻ ഡയറ്റ് ആയിക്കോട്ടെ, സ്റ്റിൽ ലൈക്ക് എങ്ങനെയാണോ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അത് നമ്മൾ ഡബിളാക്കി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയിട്ടാണ്. അപ്പോൾ എനിക്കിത് 2016 മുന്നേ ഉള്ള എൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള റൺസ് നോക്കിയാൽ എനിക്ക് എപ്പോഴും ഒരു ട്രിപ്പിൾ ഒരു കയറ്റമുണ്ട്. അപ്പം അതെല്ലാം എനിക്ക് വിരാടിനോട് പഠിക്കാൻ പറ്റിയതാണ്. പിന്നെ AB de Villiers കുറേ എനിക്ക് ഹെൽപ്പ് ചെയ്തു. ഈവൻ നമ്മൾ കെയ്ൻ വില്യംസിനോട് കളിച്ചപ്പം കാരണം എല്ലാവരുടെയും ഒരു വർക്ക് ചെയ്യുന്ന രീതി ഭയങ്കര ഡിഫറെൻ്റ് ആണ്. വിരാടിനെ ഓപ്പോസിറ്റ് കളിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ വാർണർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഓപ്പോസിറ്റ് കളിക്കുന്നു, അവരുമായിട്ടും സംസാരിക്കാനും ഇന്ററാക്ട് ചെയ്യാനൊക്കെ സമയം കിട്ടാറുണ്ടല്ലോ. പിന്നെ എല്ലാവരും, കാരണം എല്ലാ പ്ലേയേഴ്സ് ആണെങ്കിലും ഇന്റർനാഷണൽ പ്ലേയേഴ്സ് നമ്മൾ വിചാരിക്കും. ഇപ്പോൾ ഷെയ്ൻ വാട്സൺ ഫോർ എക്സാമ്പിൾ നമ്മൾ കാണുമ്പം വലിയൊരു ഹ്യൂജ് മനുഷ്യനാണെങ്കിലും ലൈക്ക് ഒരു എന്താ പറയുക ഭയങ്കര ഡൗൺ ടു എർത്ത് ഗൈ ആണ്. ഇവൻ ക്രിസ് ഗെയിൽ ആണെങ്കിൽ പോലും എല്ലാം കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റും. ഈവൻ ഓൺ ദ ഫീൽഡ് ആണെങ്കിലും ഓഫ് ദ ഫീൽഡ് ആണെങ്കിലും.